പ്രിയപ്പെട്ടവരെ, കനാനായ വോയിസ് കനാനായ വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ചിക്കാഗോയിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ ആദ്യമായി നാം കരസ്ഥമാക്കിയ ഒന്നാമത്തെ പള്ളി സേക്രഡ് ഹാർട്ട് ചർച്ചിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രണ്ടാമതൊരു ദേവാലയം സെന്റ് മേരീസ് എന്ന പേരിൽ ചിക്കാഗോയിലും അമേരിക്കയിലെ മൂന്നാമത്തെ ദേവാലയവും യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഈ അവസരത്തിൽ ഇന്ന് ഈ ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം അതിന്റെ ആഹ്ലാദം ഈ ആദ്യത്തെ കനാനായ പള്ളിയിൽ നമ്മൾ പങ്കുവച്ചു. അപ്പോൾ ഈ അവസരത്തിൽ എന്നോടൊപ്പം ഈ സേക്രഡ് ഹാർട്ട് കനാനായ ചർച്ചിന്റെ ട്രസ്റ്റി കോർഡിനേറ്റർ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വിനു ബൂത്ര എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഈ ആഹ്ലാദത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഹ്ലാദം നമുക്ക് എല്ലാവർക്കും ഒന്ന് ഈ അവസരത്തിൽ പങ്കിടാം. പ്ലീസ് വിനു. ഷിക്കാഗോയിലെ കനാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ദേവാലയമാണ്. ആ ദേവാലയത്തിന്റെ സന്തോഷം ഇന്ന് ഇടവ സമൂഹം ഇന്നും ഒത്തൊരുമിച്ച് കൂടി കേക്ക് മുറിക്കുകയും ആഹ്ലാദം പങ്കിടുകയും ചെയ്തു. എനിക്ക് രണ്ടാമത്തെ ദേവാലയത്തെ പറ്റി പറയാനുള്ളത്, രണ്ടാമത്തെ ദേവാലയത്തിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ വരും തലമുറയ്ക്ക് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. അതിന്റെ ഒരു എക്സാമ്പിളാണ് മെയ്വൂട്ടിലെ യുവജനങ്ങൾ മറ്റുള്ള ദേവാലയത്തിലെ ഇടവകക്കാരും ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും അവർ പ്രവർത്തിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ പ്രവർത്തിച്ച എല്ലാവർക്കും, സെന്റ് മേരീസിലെ കമ്മിറ്റിക്കാർക്ക്, അവരുടെ നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. ഇനി അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് ശക്തമായിട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടെ മാനസം കണ്ടു, അങ്ങേ സ്തുതിച്ചിടാൻ ആരാധിച്ചിടാൻ നീ ഞങ്ങൾക്കൊരാലയം തന്നു. കാലം തികഞ്ഞപ്പോൾ നിൻ മനമുണർന്നപ്പോൾ സെന്റ് മേരീസ് പള്ളി നീ തന്നു. കാലം തികഞ്ഞപ്പോൾ നിൻ മനമുണർന്നപ്പോൾ സെന്റ് മേരീസ് പള്ളി നീ തന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, ഞങ്ങൾ തൻ മാനസം കണ്ടു. നിന്നിഷ്ടം നിൻ സമയം ഏതെന്നറിയാതെ എന്നെന്നും പ്രാർത്ഥിച്ചു ഞങ്ങൾ. പ്രാർത്ഥനയ്ക്കുത്തരമായി നീ തന്നതും എല്ലാം തികഞ്ഞൊരു പള്ളി. പ്രാർത്ഥനയ്ക്കുത്തരമായി നീ തന്നതും എല്ലാം തികഞ്ഞൊരു പള്ളി. ഞങ്ങൾ തൻ പ്രാർത്ഥന കേട്ടു, ഞങ്ങൾ തൻ മാനസം കണ്ടു. ക്രിസ്തുവിൻ സാക്ഷികളായി വളർന്നിടാൻ ഭാഗ്യം നീ ഞങ്ങൾക്കിന്നേകൂ. പ്രാർത്ഥന കേട്ടതിനായിരമായിരം നന്ദികളേകുന്നു ഞങ്ങൾ. പ്രാർത്ഥന കേട്ടതിനായിരമായിരം നന്ദികളേകുന്നു ഞങ്ങൾ. പ്രാർത്ഥന കേട്ടതിനായിരമായിരം നന്ദികളേകുന്നു ഞങ്ങൾ. So you are all invited to join the Sneha Viruna, the banquet at the community center, evening at 7 p.m. നോർത്ത് അമേരിക്കയിൽ ആദ്യമായിട്ട് ഒരു ദേവാലയം ഉണ്ടാകുവാൻ ഷിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാറുകളുടെ കീഴിൽ ആദ്യമായി ഉണ്ടായ പ്രഥമ കനാനായ ദേവാലയത്തിന്റെ അതിന്റെ പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിച്ച KCCN പ്രസിഡന്റ് എന്ന നിലയിൽ ആത്മാർത്ഥത പ്രവർത്തിച്ച വ്യക്തിയാണ് ശ്രീ ജോയി വാച്ചാച്ചിറ. ശ്രീ ജോയി വാച്ചാച്ചിറ ഇന്ന് സെന്റ് മേരീസ് കനാനായ കാത്തലിക് ഇടവക ഇന്ന് ഷിക്കാഗോയിൽ സ്ഥാപിതമായിരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേക്കുറിച്ച് KCCN മുൻ പ്രസിഡന്റായ ശ്രീ ജോയി വാച്ചാച്ചിറയുടെ അഭിപ്രായത്തിലേക്ക് കടക്കാം. വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഈ വാർത്ത ശ്രവിച്ചത്. KCCN പ്രസിഡന്റായിരുന്ന സമയത്ത് സഭയോട് യോജിച്ചുകൊണ്ട് വളർന്നാൽ മാത്രമേ സമുദായം വളർച്ചയുണ്ടാകൂ എന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കിന് എന്നെ ഇംപീച്ച് ചെയ്യാൻ വരെ വന്നതായ സാഹചര്യം മാറി. ഇന്ന് വളരെ ആ യൂണിറ്റിയോടുകൂടി പ്രത്യേകിച്ച് ഷിക്കാഗോയിലുണ്ടായിരുന്ന അന്തരീക്ഷങ്ങൾ കംപ്ലീറ്റ് മാറി. രണ്ട് പള്ളികളും ഒന്നിച്ചു കൂടിക്കൊണ്ട്
ചിക്കാഗോയിലെ സമുദായ ഐക്യം കെട്ടിപ്പുലർത്തുന്ന ഒന്നായിട്ട് ഈ പുതിയ പള്ളിയെ ഞങ്ങൾ കാണുന്നു. എല്ലാവരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നോർത്ത് അമേരിക്കയിലെ എല്ലാ യൂണിറ്റുകളിലും ഓരോ പള്ളികളുണ്ടാവുകയും മിഷനുകളുണ്ടാവുകയും പള്ളികളുണ്ടാവുകയും ചെയ്ത് നമുക്ക് നമ്മുടേതായ ഒരു രൂപത ഉണ്ടാകുന്ന കാലത്തിലേക്ക് ഇനി കടക്കേണ്ടതായ സാഹചര്യമായിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ആത്മാർത്ഥതയുടെ ഭാഷയിൽ നന്ദി പറയുകയും അവരോട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവരോടുകൂടെ പ്രാർത്ഥിക്കുകയും ഷിക്കാഗോ സെക്രഡ് ക്നാനായ കാത്തലിക് ഇടവക ആദ്യമായി സ്ഥാപിതമായപ്പോൾ അന്ന് ഷിക്കാഗോ ക്നാനായ കാത്തലിക് സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചത് ശ്രീ മാത്യു നെടുമക്കനാണ്. ശ്രീ മാത്യു നെടുമക്കന്റെ കമ്മിറ്റിയിലേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് കഴിഞ്ഞ 30 കൊല്ലമായി നമ്മുടെ ആൾക്കാർ ഒരു പള്ളിയില്ലാതെ വിഷമിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ KCS പ്രസിഡന്റായിരുന്ന സമയത്ത് ഒരു പള്ളി ഉണ്ടാക്കാൻ സാധിച്ചു. അത് നമ്മുടെ ആദ്യത്തെ പള്ളിയാണ്, സെക്രട്ടേറിയറ്റ് ദേവാലയം. അതിനുശേഷം മാതാവിന്റെ നാമത്തിൽ രണ്ടാമതൊരു പള്ളി കൂടി ചിക്കാഗോക്കാർക്ക് വേണ്ടി ഉണ്ടായതിൽ എനിക്ക് അതിയായ സന്തോഷവും ദൈവത്തിന് പ്രത്യേകം നന്ദിയും പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ 10,000 ഫാമിലികളുള്ള ചിക്കാഗോയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നും പറയാറുണ്ട്, ഏത് പള്ളിയിലാ പോകുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്കൻ പള്ളിയിലാ പോകുന്നെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നേ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഭാവിയിൽ വളരുന്ന തലമുറയ്ക്ക് പറയുവാൻ സാധിക്കും. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, നീ ഏത് പള്ളിയിലാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് സെക്രട്ടേറിയറ്റ് ഇടവക മേവുഡോ അതല്ലെങ്കിൽ സെന്റ് മേരീസ് ഇടവക മോട്ടുംഗ്രോ എന്ന് തന്റെ ഇടത്തോടുകൂടി നമ്മുടെ എത്തിനിസിറ്റി അവർക്ക് ഊന്നിപ്പറയാനൊരു അവസരമുണ്ടായി. അതിന് തീർച്ചയായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഞാൻ അങ്ങേയറ്റം അനുമോദിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ആദ്യത്തെ പള്ളി ഉണ്ടായ സമയത്ത് ഉണ്ടായ സാഹചര്യങ്ങളും അനുഭവിച്ച വിഷമങ്ങളും എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ചിക്കാഗോയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ചിക്കാഗോയിൽ തന്നെ തീരുകയാണ് ഈ രണ്ടാമത്തെ പള്ളിയോടുകൂടി. അങ്ങനെ 2 പള്ളി ഉണ്ടായാൽ ഞാൻ അങ്ങേയറ്റം ആനന്ദിക്കുകയും ബഹുമാനപ്പെട്ട പുത്തോളത്തച്ഛന്റെ നേതൃത്വത്തിലുള്ള വൈദിക ശ്രേഷ്ഠരെ അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. KCCNയുടെ മുൻ റീജിയണൽ വൈസ് പ്രസിഡന്റ് നമ്മോടൊപ്പം ഇവിടെയുണ്ട്. ഇത് ഒന്നാമത്തെ പള്ളിയായ സെക്രട്ടേറിയറ്റ് പള്ളിയിലെ ഇന്നത്തെ ഈ ആഹ്ലാദ പരിപാടിയിൽ ഞാൻ ഈ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. മിസ് ബീന ഇണ്ടിക്കുഴി നമ്മോടൊപ്പം ഉണ്ട്. ബീന ഇണ്ടിക്കുഴിയുടെ ഈ രണ്ടാമത് പള്ളിയുടെ സന്തോഷം നമുക്കൊന്ന് പങ്കിടാം. നമുക്ക് പള്ളി വരിക എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് ഷിക്കാഗോയിലെ 800-ൽ പരം കുടുംബങ്ങളുണ്ട്. അവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനും നമുക്ക് 2 അല്ല 3-മതൊരു പള്ളിയുടെ ആവശ്യമുണ്ട്. എങ്കിലും ഇന്ന് രണ്ടാമത്തെ പള്ളിയുടെ ഈ സെലിബ്രേഷനിൽ നമ്മളെല്ലാവരും വളരെ സന്തോഷമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. കൺഗ്രാജുലേഷൻ. താങ്ക് യു. ഓക്കെ, നമ്മോടൊപ്പം ഈ ആഹ്ലാദത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് ചർച്ചിന്റെ പ്രഥമ ട്രസ്റ്റിയും KCSന്റെ മുൻ വൈസ് പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ജോസ് പിണറകയിൽ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഈ രണ്ടാമത് വന്ന നമ്മുടെ ദേവാലയത്തിന്റെ ഈ സന്തോഷവേള അദ്ദേഹവുമായി നമുക്ക് അല്പം പങ്കിടാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്റെ വീടിന്റെ അവിടെ നിന്ന് നടന്നു പോകാവുന്ന ദൂരേ ഉള്ളൂ ഈ പള്ളി. ഞാൻ എന്നും അവിടെ രാവിലെ പോകുന്ന വഴിക്ക് അവിടെ പോയി നോക്കാറുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ വെരി ഹാപ്പി അബൌട്ട് ദിസ് ചർച്ച്. എന്റെ എല്ലാവിധ സഹകരണങ്ങളും ഈ പള്ളിക്കും ഇനിയും ഉണ്ടായിരിക്കുന്നതായിരിക്കും.